Hey all, welcome back. It's a thumbnail editing tutorial. എൻ്റെ ചാനലിൽ വരുന്ന വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ എന്ന് പറയാം തമ്പനൈൽ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ കാണിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. സോ ഇഫ് യു ആർ എ യൂട്യൂബ് ക്രിയേറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദിസ് വ്ലോഗ് കംപ്ലീറ്റ്ലി. ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ നിന്ന് റെഫർ ചെയ്തെടുത്ത് ഫൈനൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തമ്പനൈലിൽ ഒരു ട്യൂട്ടോറിയൽ ആയിരിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്. ബിഫോർ സ്റ്റാർട്ടിങ് വീഡിയോ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പ്രീമിയം വേർഷനാണ്. ബട്ട് നിങ്ങൾ ഇത് കേട്ടിട്ട് പോകാൻ വരട്ടെ, കാരണം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പ്രീമിയം വേർഷനിൽ എഡിറ്റിംഗ് ചെയ്യുന്ന ട്യൂട്ടോറിയൽ അല്ല. സെയിം ലൈക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ എങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. പ്രീമിയത്തിൽ നമ്മളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മളൊരു 5 minutes എടുത്ത് ചെയ്യുന്ന കാര്യം നമുക്കൊരു 1 minute ചെയ്യാൻ പറ്റും. 10 minutes എടുത്ത് ചെയ്യുന്ന കാര്യം ഒരു 5 minutes ചെയ്യാൻ പറ്റും. സോ ഞാൻ തമ്പനൈൽ എഡിറ്റ് ചെയ്യുന്നത് എല്ലാം ജസ്റ്റ് ക്വിക്ക് ആണ്. ആഫ്റ്റർ ഫിനിഷിംഗ് ദ ഹോൾ എഡിറ്റിംഗ് വർക്ക് ഞാൻ ഫെഡപ്പ് ആവും. സോ അതുകൊണ്ട് ഞാൻ തമ്പനൈലിലേക്ക് അത്ര ഒരു സീരിയസ്നെസ് കൊടുക്കാറില്ലായിരുന്നു. ബട്ട് തമ്പനൈലാണ് നമ്മുടെ വീഡിയോ റീച്ച് ആവാൻ വൺ ഓഫ് ദ മേജർ തിങ് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാനൊരു പ്രീമിയം വേർഷൻ പർച്ചേസ് ചെയ്തത്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതൊന്നും പ്രീമിയം വേർഷൻ അല്ല. ഞാൻ എങ്ങനെ പ്രീമിയം വേർഷനിൽ ചെയ്യുന്നോ അത് എത്ര തവണ നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ കാണിക്കുന്നത്. മോർ തിങ്, എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന ഒരു വീഡിയോയാണ് വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ. ഈ വീഡിയോയ്ക്ക് ഒരു 350+ ലൈക്സ് കിട്ടുകയാണെങ്കിൽ വിത്തിൻ 1 week ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ദ വീഡിയോ സൂൺ. സൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സൂണല്ല, എന്താണ് നെക്സ്റ്റ് വീക്ക് തന്നെ ഞാൻ ചെയ്യും. ഞാനൊന്നും നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടാറൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ്. എത്ര പേർക്ക് ആഗ്രഹം ഉണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഷോട്ട് ആപ്ലിക്കേഷനാണ്. അതിൽ കൊളാഷിൽ പോയിട്ട് ഗ്രിഡ് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഏതൊക്കെയാണോ, എത്ര ഫോട്ടോസ് വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ നോർമലി കൊടുക്കാറ് ഒരു 4 ഫോട്ടോസൊക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ ഒരു മാക്സിമം 5 വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രെയിമിലേക്ക് വരും. ദെൻ നമ്മൾ ചൂസ് ചെയ്യേണ്ട ക്യാൻവാസിൽ പോയിട്ട് 16:9 റേഷ്യോയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ യൂട്യൂബ് തമ്പനൈലിൻ്റെ റേഷ്യോ. ഓരോ പിക്സും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. അത് നമുക്ക് ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരു പിക്കിൻ്റെ ഏതൊരു റേഷ്യോയിലാണോ ഒരു പിക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ദെൻ വേറൊന്നുമില്ല, നേരെ പോയിട്ട് സേവ് ചെയ്യുക. ഇനി വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്യുന്ന ഇൻഷോട്ട് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ എസ്തെറ്റിക് തമ്പനൈൽസിൽ കാണാറുണ്ട് പിക്ചേഴ്സ് കട്ട് ഔട്ട് ആയിട്ടുള്ള വേർഷൻ. സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഫ്രീ ആയിട്ട് റിമൂവ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാൻ നോർമലി ചെയ്യാറ് ക്യാൻവയിലാണ്. പക്ഷെ നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ഇൻ ദ ഇൻഷോട്ട്. സോ നമ്മൾ ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കട്ട് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എത്രത്തോളം വിഡ്ത്തിൽ നമുക്ക് റിമൂവ് ചെയ്യണം എന്നൊക്കെ അനുസരിച്ച് താഴെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ വൺസ് യു ആർ ഡൺ വിത്ത് എ കട്ട് ഔട്ട് സെഷൻ യു ക്യാൻ ജസ്റ്റ് സേവ്. നമ്മുടെ ഗാലറിയിൽ അത് സേവ് ആയിട്ടുണ്ടാവും. ഇനിയാണ് നമ്മൾ തമ്പനൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള മെയിൻ സ്റ്റെപ്പിൽ പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് ക്യാൻവയാണ്. നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്തതിന് ശേഷം യൂട്യൂബ് തമ്പനൈൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് വരും. അതിന് താഴെ ക്യാമറ റോൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് എത്ര ഇമേജസ് വേണം അതൊക്കെ സെലക്ട് ചെയ്യാം. ബട്ട് നമ്മൾ ഓൾറെഡി ഇൻഷോട്ടിൽ നിന്ന് നമ്മളൊരു കൊളാഷ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഈസിയാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്തെടുത്താൽ വെച്ചാൽ മതി. അതിന് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇമേജ് ആണ്. ഇതൊക്കെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള റാൻഡം ഇമേജസ് ആണ് കേട്ടോ. സോ ഇത് നമ്മൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ ഓൾറെഡി കട്ട് ഔട്ട് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ഇമേജ് ആണ്. പക്ഷേ നിങ്ങളൊരു പ്രീമിയം വേർഷൻ യൂസ് ചെയ്യുന്നവർക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ പെർഫെക്ഷൻ ആയിട്ട് കിട്ടും. യാതൊരു ആവശ്യമില്ല ഇത് ചെയ്യേണ്ടത്. ബട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഫെമിലിയർ ആക്കി തരാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നുള്ളൂ. ഇനി നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഇമേജിനെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇമേജ് ഒന്നുകൂടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള മിഡിലിൽ കാണുന്ന 2+ ഐക്കൺ സെലക്ട് ചെയ്യുക. സോ ആ ഒരു ഇമേജ് ഡബിൾ ആക്കാൻ പറ്റും. ഇനി നമുക്ക് എത്ര പ്രാവശ്യം അത് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഒരു ഇമേജ് മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ വരും. ഇനി ആ ഒരു ഇമേജിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് FXൽ പോയി ഔട്ട്ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഔട്ട്ലൈൻ വരും. നിങ്ങൾക്ക് ഏത് കളറാണ് ഔട്ട്ലൈൻ വേണ്ടത് അതനുസരിച്ച് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് വൈറ്റ് കളറാണ് കേട്ടോ. സോ നമ്മൾ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ടെക്സ്റ്റിന് നമ്മൾ ആഡ് ഹെഡിങ്സിൽ
പോവുക. അതിനുശേഷം നമുക്ക് എന്ത് ടെക്സ്റ്റാണ് അതിൽ ആഡ് ചെയ്യേണ്ടത് അത് ഫസ്റ്റ് ഓഫ് ഓൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ നോർമലി വൈറ്റ് ഓർ യെല്ലോ ആ ഒരു തീമിലാണ് ഞാൻ തംബ്നെയിൽസിൻ്റെ ടെക്സ്റ്റ് കളർ ആക്കാറുള്ളൂ. സോ ഫസ്റ്റ് ഞാൻ വൈറ്റ് കളർ ചൂസ് ചെയ്തു. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറയുന്നത് ലീക്സ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ടാണ് കേട്ടോ. ഇത് തംബ്നെയിലാണ് ഞാൻ യൂസ് ചെയ്യാറ്. വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ വേറെ ഫോണ്ട്സാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് വെച്ച് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് നമ്മൾ ടെക്സ്റ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം എഫക്ട്സിൽ പോയി ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ഇൻറ്റൻസിറ്റി 100 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ഒന്നുകൂടെ ഹൈലൈറ്റ് ആയിട്ട് വരും. ഇനി ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഞാൻ ഈ ഒരു ടെക്സ്റ്റിനെ ഒന്നുകൂടെ ഒന്ന് ആഡ് ചെയ്യും, അതായത് കോപ്പി ചെയ്യും. അതിനുശേഷം ആ ഒരു കറക്റ്റ് പഴയ ഏത് സ്പോട്ടിലാണോ ടെക്സ്റ്റ് ഇരുന്നത് അവിടേക്ക് തന്നെ പ്ലേസ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ടെക്സ്റ്റ് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഞാൻ രണ്ടാമതൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ആഡ് ചെയ്യുന്നത് വേറൊരു ഫോണ്ട് വെച്ചിട്ടാണ്. കാരണം നമ്മൾ മൾട്ടിപ്പിൾ ഫോണ്ട്സ് ഒരു തംബ്നെയിലിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലേ ഫെയർ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ടാണ് കേട്ടോ. ഇതും എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫോണ്ടിൽ വരുന്നൊരു ഫോണ്ടാണ്. ഫസ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്തപ്പോൾ ചെയ്ത പോലെ സെയിം കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്യാം. അതിനുശേഷം എഫക്ട്സിൽ പോയിട്ട് ലിഫ്റ്റ് ഓപ്ഷൻ 100 ആക്കി കൊടുക്കാം. ദെൻ ഞാൻ ആ ടെക്സ്റ്റ് തന്നെ രണ്ടാമത് ഒന്നുകൂടെ കോപ്പി ചെയ്യുന്നുണ്ട്. 2-3 പ്രാവശ്യം കോപ്പി ചെയ്യും. അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ഇമേജ് ലിഫ്റ്റായിട്ട് വരുന്നതായിരിക്കും. സോ വൺസ് യു ആർ ഡൺ വിത്ത് എ മെയിൻ ടൈറ്റിൽ സെഷൻ ഞാൻ ചെറിയ ക്ലിപ്സിൻ്റെ സൈഡിൽ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. സോ ഇറ്റ് വിൽ ഗിവ് മോർ ലൈഫ് ടു ദ തംബ്നെയിൽ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് സെഷനിൽ വരുന്ന ഹിബർനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ടാണ് കേട്ടോ. സോ നമുക്കതൊരു കാഷ്വൽ ചിൽ ഫോണ്ടായിട്ട് കൂട്ടാം. സോ അതാണ് ഞാൻ ഇങ്ങനത്തെ നോർമൽ ചെറിയ സബ് ഹെഡിങ്സിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ടെക്സ്റ്റിനൊന്ന് കേർവ് ചെയ്യാനായിട്ട് എഫക്ട്സിൽ ഷേപ്പിൽ പോയിട്ട് കേർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ടെക്സ്റ്റിന് നമുക്ക് കേർവ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്കത് എവിടെയാണോ ഡ്രാഗ് ചെയ്ത് വെക്കേണ്ടത് അവിടേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാം. ഇനി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ 1, 2, 3 പ്രാവശ്യമൊക്കെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള തരം ടെക്സ്റ്റ് ആഡ് ചെയ്ത് ഇതിനെ എത്രത്തോളം എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും അത്രത്തോളം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുടെ ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അതിനെ പറ്റിയ എല്ലാ ടൂൾസും ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് എലമെൻറ്റ്സും സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇത്രത്തോളം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. So here is the final output.